ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്സാണ് പരിപ്പുവട അല്ലേ. നമുക്ക് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന പരിപ്പുവട, ഉള്ളിവട, പഴംപൊരിയൊക്കെ ആയിരിക്കും. പരിപ്പുവടയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ എന്തായിരിക്കും ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന പരിപ്പുവടയാണ്. സാധാരണ മഞ്ഞ കളർ പരിപ്പുണ്ടല്ലോ, നമ്മുടെ സാമ്പാർ പരിപ്പ് പോലത്തെ ആ പരിപ്പ് വെച്ചാണ് തയ്യാറാക്കുന്നത്. പക്ഷെ ഞാനിന്ന് റോസ് കളറിലെ നമ്മുടെ മൈസൂർ പരിപ്പ് വെച്ചാണ് പരിപ്പുവട തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെക്കാം. കാരണം നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പോകും ചിലപ്പം അരയ്ക്കുമ്പോൾ. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കണം. ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കുവാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരയണ്ട, ഒന്ന് ചതച്ച് കിട്ടിയേച്ചാൽ മതി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, ചതച്ചെടുക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചാൽ ഇത് അരഞ്ഞു പോകും. ഞാൻ ഇത് നല്ലതായിട്ട് അരച്ചിട്ടില്ല, ചതച്ചെടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന ആ പരിപ്പിട്ട് കൊടുക്കാം. നമുക്കിതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കറിവേപ്പില, ഒനിയൻ, ചെറുള്ളി ഉണ്ടതാണ് നല്ലത്, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് സാൾട്ട്, കായപ്പൊടി, എല്ലാവരും പെരിഞ്ജീരകം ഇടും. ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കാൻ നമുക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ഇടാം, ഓപ്ഷണലാണ്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അടുപ്പത്ത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകാൻ വേണ്ടി. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് വേണേൽ ചെറിയ വട ഉണ്ടാക്കാം, വലുതാണെങ്കിൽ വലിയ വട ഉണ്ടാക്കാം. ഞാൻ ഈ ഷേപ്പിൽ, അതായത് കയ്യിൽ ഇതെടുത്തിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പിൽ വന്നു. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 4-5 വട ഉണ്ടാക്കിയിട്ട് പരിപ്പോടെ ഷേപ്പിലാക്കിയിട്ട് ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വട മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പോടെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. നമ്മുടെ പരിപ്പോട നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതൊരുമാതിരി മീഡിയം സൈസുള്ള പരിപ്പോടയാണ്. നമുക്ക് ചെറിയ പരിപ്പോട ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഉള്ളെങ്കിൽ, ഇനിയിപ്പം എണ്ണ കൂടുതൽ ഒഴിക്കണ്ടെങ്കിൽ നമുക്ക് ഉള്ള എണ്ണ പ്രയോജനപ്പെടുത്താം, ചെറിയതായിട്ട് വട ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞാൻ ചെറിയ പരിപ്പോട ഇട്ടിട്ടുണ്ട്. അല്ല, ആ എണ്ണയ്ക്ക് നമുക്ക് ആ എണ്ണ പ്രയോജനപ്പെടുത്താം. ആ എണ്ണ കിടന്നത് ആയിക്കോളും ഇത്ര. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ച് പിന്നെ എണ്ണ എല്ലാം വേസ്റ്റായി പോകും. ചെറിയ പരിപ്പോടയും ടേസ്റ്റാണ്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ഇട്ടുണ്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള പേടി വേണ്ട, മുറുകി തന്നെ ഇരിക്കും. അങ്ങനെ രുചികരമായ പരിപ്പുവട തയ്യാറായിട്ടുണ്ട്. ചെറിയ പരിപ്പുവട തയ്യാറായിട്ടുണ്ട്. പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളപ്പം ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഇതാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. കടയിലൊന്നും കെമിക്കലൊന്നും ചേർത്ത് നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഞാൻ ചെറുതാക്കി ഉണ്ടാക്കിയ പരിപ്പുവടയാണ്. വലിയ പരിപ്പുവടയുണ്ട്, ചെറിയ പരിപ്പുവടയുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.